ഇ.പി. ജയരാജൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ കൂടിക്കാഴ്ചയിലെ പുതുമയൊന്നുമില്ലെന്നാണ് ഇ.പി. പറയുന്നത്. ശരി, എന്താ പറയുന്നത് നോക്കാം. നേരെ ചിന്തിക്കാതെ വളഞ്ഞ് ചിന്തിച്ച് നടക്കുന്നത് കൊണ്ട് ശരിമ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയാതെ വരും. അതുകൊണ്ട് നേരെ ചിന്തിക്കുമ്പോൾ ശരിമ കൂടുതൽ തെളിഞ്ഞു വരും. അപ്പോൾ അതിനുവേണ്ടി ചോദ്യങ്ങൾ ചോദിക്കൂ, അതിനുവേണ്ടി മാധ്യമരംഗത്തെ ഉപയോഗിക്കൂ. രാഷ്ട്രീയമല്ല, നമുക്ക് അതിൻ്റെ വേദിയിൽ ചർച്ച ചെയ്യാം. ഇന്ന് സീതാറാമൻ്റെ ഓർമ്മകളാണ് ഞങ്ങളെയൊക്കെ മനസ്സിൽ. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹവുമായുള്ള ബന്ധവുമാണ് ഞങ്ങളുടെ മനസ്സിൽ. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു. ഞാൻ എന്നോട് സംസാരിച്ച എല്ലാ കാര്യം വന്ന് ഞാൻ അത്ര ചെറുതായി പോയിന്നാ നിങ്ങൾ ധരിക്കുന്നത്. എന്തല്ലേ സാധാരണ അത് ഞാൻ മുഖ്യമന്ത്രിനെ സാധാരണ കാണാറ് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നല്ലോ. ഞാൻ ആരെയും കാണാത്തത്. നിങ്ങളിത് ഈ തെറ്റായി വ്യാഖ്യാനിക്കാതിരിക്കും, ശരിയായ നിലയിൽ നിരീക്ഷിക്കും, അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. പി ബസന്ത് ഉണ്ട്. നമുക്ക് ബസന്തേട്ട, ഈ പറഞ്ഞ വാക്കുകളിലാണോ ആ ചിരിയിലാണോ യഥാർത്ഥ മറുപടി എന്നറിയില്ല. നമ്മൾ വളഞ്ഞ് ചിന്തിക്കുന്നതിൻ്റെ കുഴപ്പമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ? അപ്പോൾ ഒന്നുമില്ല കൂടിക്കാഴ്ചയിൽ. തീർച്ചയായും മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച വെറും യാദർശികമായിട്ടുണ്ടായതാണ്. അല്ലാതെ അതിൽ വലിയ ഒരു രാഷ്ട്രീയമായ ഒന്നും തന്നെ അതിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ഇ.പി. ജയരാജൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കേരള ഹൗസിൽ മുഖ്യമന്ത്രിയുടെ മുറിയിലാണ് അദ്ദേഹം അല്പസമയം മുമ്പ് മുഖ്യമന്ത്രിയുമായി ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹം എല്ലാവരും തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അല്പസമയം കൊണ്ട് ഇപ്പോൾ AKG ഭവനിലെത്തും. സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം അല്പസമയത്തിനകം വസന്ത് കുഞ്ചിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും ഇവിടെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടക്കുകയാണ്. പാർട്ടി ഓഫീസിൽ വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. പാർട്ടി നേതാക്കൾ പ്രകാശ് കാരാട്ട് അടക്കമുള്ള PV അംഗങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലത്താണ് പാർട്ടി ഓഫീസിന് മുന്നിലുള്ള മുറ്റത്താണ് ഇപ്പോൾ ഭൗതിക ശരീരം പൊതുദർശനത്തിനായിട്ട് വെക്കുന്നത്. 11 മണി മുതൽ 3 മണി വരെയാണ് ഇപ്പോൾ പൊതുദർശനം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പാർട്ടി ഓഫീസിൽ നിന്നും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ആദ്യമായി പ്രവർത്തിച്ചിരുന്ന 14 അശോക റോഡിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം എയിംസിന് വിട്ടുകൊടുക്കും. അത് പദയാത്രയായി കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഡൽഹിയിലെ ഒരു പ്രതികൂല കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് കനത്ത മഴയുണ്ട്. രാവിലെ മുതൽ തന്നെ ഇന്നലെ തുടങ്ങിയതാണ്. അപ്പോൾ ഈ കനത്ത മഴയിൽ പദയാത്ര വേണോ എന്നുള്ള കാര്യത്തിൽ ആ സമയത്ത് അന്തിമമായി തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കേരളത്തിൽ നിന്നടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രി വാസവൻ, അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളെല്ലാവരും തന്നെ അല്പസമയത്തിനകം വരും. വസന്ത് കുഞ്ചിലുള്ള സീതാറാം യെച്ചൂരിയുടെ വസതിയിൽ ഇന്നലെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഗവർണറും എത്തിയിട്ടുണ്ടായിരുന്നു. MA ബേബിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ ഇപ്പോൾ വസന്ത് കുഞ്ചിൻ്റെ വസതിയിലുണ്ട്. അല്പസമയത്തിനകം വസന്ത് കുഞ്ചിൽ നിന്നും ഭൗതിക ശരീരം ഈ AKG ഭവനിൽ, അതായത് ഗോൾഡ് മാർക്കറ്റുള്ള AKG ഭവനിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, വിവരങ്ങൾ നൽകിയത് അല്പസമയത്ത്.